ഈയിടെയായിട്ട് നമ്മുടെ കിച്ചണിൽ നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. വെയിൽ എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ കിച്ചൺ ഡ്യൂട്ടിയാണ്. ഇന്ന് കുറച്ചധികം പണിയുണ്ട്. കിച്ചണിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹാളും അതുപോലെ തന്നെ റൂമും ഒക്കെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പണി തുടങ്ങും മുന്നേ ചെറുതായിട്ടൊന്ന് ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ പണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വാഷിംഗ് ബേസിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്ക് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴത്തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ വരും കേട്ടോ. ചിരവെടുത്തതാണ്, അതേ പട കയ്യങ്ങോട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പണ്ടായിരുന്നെങ്കിൽ ഞാൻ അലറി വിളിച്ചാനേ, ഇപ്പം അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ലാത്തത് കൊണ്ടിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാത്ത പരിപാടി അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ നേരെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ റൂമിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഐനൂസാണെങ്കിൽ ഉള്ള ടോയ്സ് മൊത്തം പുറത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ക്ലീനാക്കി നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആളെന്തോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒപ്പിക്കല്ലേ, ഞാനതൊന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അടക്കിയിരുത്തിയേക്കാണ്. പിന്നെ അത് ആ ബെഡിൻ്റെ മുകളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ റൂമും കൂടി ഒന്ന് അടിച്ചാരി തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമ്മൾ പണിയെടുക്കല്ലേ, മൊത്തത്തിൽ അങ്ങോട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ആ റൂം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ടിൻ്റെ അടിയൊക്കെ മാറ്റി അടിച്ചു വരുന്നുണ്ടായിരുന്നേ. പിന്നെ എല്ലാ ദിവസവും അടിച്ച് വരണോണ്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒപ്പിക്കുന്ന ചെറിയ കരടും കാര്യങ്ങളും ടോയ്സ് വലിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു തലയിൽ. പിന്നെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര മടിയാട്ടോ ജനലൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും തുറന്നിടാമെന്ന് വിചാരിച്ചു. ജനലൊക്കെ തുറന്നിട്ട് ഞാനിതാ നമ്മുടെ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് പിടിക്കുന്നുണ്ട്. അതിനിടയിൽ ന്യൂസ് ഇതാ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ കോസ്റ്റ്. പിന്നെ ഞാനതൊന്നും മെയിൻ്റ് ആക്കുന്നില്ല, ഞാൻ വേഗം അടിച്ചാരി തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ന്യൂസ് അതേ പുറത്തോട്ട് പോകാൻ വേണ്ടി വാശി പിടിച്ചപ്പോൾ പിന്നെ അതാ പിടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കിച്ചണും റൂമും എല്ലാം കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓടി ചെന്ന് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ച ടൈമിന് നമ്മുടെ ഐനൂസിനെയും കുളിപ്പിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കും ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഞാനും ഡ്രസ്സ് മാറ്റി അവളുടെ തലയിൽ ഞാനിങ്ങനെ എനിക്ക് കെട്ടുന്ന പോലെ തന്നെ അമ്മക്കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബൈ.